ഹലോ ഗൈസ് വാട്സ്ആപ്പ് വെൽക്കം ടു അനദർ വീഡിയോ ബൈസേ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതേപോലെ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് എജാദി ഫ്രം ദി ഡൗൺ ട്രോഡൻ. അയാക്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബത്തിലെ ഡൗൺ ട്രോഡൻസിന്റെ രണ്ടാമത് ഇറങ്ങിയ ട്രാക്കാണ് എജാദി. ആദ്യം ഇറങ്ങിയത് മഹാറാണി ആയിരുന്നു. സോ എജാദി, ദ നെയിം മെൻഷൻ, എജാദി എന്ന് പറയില്ലേ, ജാതി, കുറേ ജാതിയെ കുറിച്ച് പലരും പറയാൻ മടിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് എജാദി. സോ പലരും പറയാൻ മടിച്ച കാര്യങ്ങൾ ഒരാൾ അതിൻ്റെ കൂടെ നിന്നിട്ട് പറയുമ്പോൾ അതിന് ഒച്ച കൂടും. എജാദിയെ കുറിച്ച് വേറെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചിദംബരം ഡയറക്ടറാണ്. സോ മ്യൂസിക് വീഡിയോ ഈസ് ഓൾസോ വർക്ക് ഓഫ് എൻ ആർട്ട്. കുറേ ഇന്നർ മീനിങ്, ഡീപ്പ് മീനിങ്സ് അതിൽ തരുന്നുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാം. ഓക്കെ. ആൻഡ് ബാൻഡ് ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മുൻജിയാണ് ഇതിൻ്റെ വോക്കൽസ് ചെയ്തിട്ടുള്ളത്, വരുൺ രാജ് ആണ് ഇതിൻ്റെ ലീഡ് ഗിറ്റാർ ഉള്ളത്, അദ്വൈത് മോഹനാണ് റിതം ഗിറ്റാർ ഉള്ളത്, നസർ അഹമ്മദ് ആണ് ബേസ് ഗിറ്റാർ ഉള്ളത്, സുഷിൻ ശ്യാം ആണ് ഇതിൻ്റെ കീബോർഡ്, ഗണേഷ് രാധാകൃഷ്ണനാണ് ഇതിൽ ഡ്രംസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ വൈകിക്കാണ്ട് നമുക്ക് ഇതിൻ്റെ റിയാക്ഷനും പരിപാടികളൊക്കെ തുടങ്ങാം. പീഡനം, യുവതി ആത്മഹത്യ ചെയ്തു. കാരണക്കാരനായ ഭർത്താവിനെ ആയുധധാരികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയി. അതെന്നെ പറയുന്നത്, സ്ത്രീധന പീഡനം കാരണമായിട്ട് ഒരു യുവതി ആത്മഹത്യ ചെയ്തു. ഇവിടെ പലയിടത്തും നടക്കുന്ന കാര്യമാണിത്. നമ്മൾ കണ്ടുപോലും പരിചയമില്ലാത്ത ചായ കുടിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരാളെ കൂടെ നമ്മൾ ഇറങ്ങിപ്പോവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ കാണുന്നത് നമ്മുടെ വീടും പറമ്പും വീട്ടിലേക്കുള്ള വഴിയും സ്വത്തും പരിപാടികളൊക്കെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്ത്രീധനം മറ്റേതൊക്കെ കിട്ടാണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ മിസ്സിങ്ങോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ സ്ത്രീധനം മുഴുവൻ കൊടുത്തു, ഈ ചെക്കന് വല്ല സൈക്കോയും മറ്റേതും ആണെന്നുണ്ടെങ്കിൽ അവനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മടുക്കും, അവനിങ്ങോട്ട് അവളെ തിരിച്ചു കൊണ്ടുപോയാക്കും. ഇത് ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കാര്യമാണ് പെണ്ണിന് കിട്ടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സോ അതായത് സ്ത്രീധന പീഡനത്തിനിരയായ യുവതി ആത്മഹത്യ ചെയ്തു. ആ ചെക്കനെ ആയുധമുള്ള കുറച്ച് ചെറുപ്പക്കാർ, അവരുടെ ആയുധം അവരുടെ നാക്കാണ്. സോ ആയുധമുള്ള കുറച്ച് ചെറുപ്പക്കാർ അവനെ തട്ടിക്കൊണ്ടുപോയി. ബാക്കി നമുക്ക് കേൾക്കാം. സംഭവം നടന്നത് രാവിലെ 10 മണിക്ക്. അതിൽ കോക്കനട്ട് മാട്രിമോണി, തേങ്ങ മാട്രിമോണി, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് മോക്കിങ് എവറിത്തിങ്. പല മാട്രിമോണി ഉണ്ട് ഇപ്പോൾ ഇവിടെ. എന്താണ്, നായർ മാട്രിമോണി, നമ്പ്യാർ മാട്രിമോണി, അതുപോലെ തന്നെ സുന്നി മാട്രിമോണി, മുജാഹിദ് മാട്രിമോണി, ഇഷ്ടം പോലെ മാട്രിമോണീസ് ഉണ്ട്. നമുക്കിങ്ങനെ അവിടെ തന്നെ ഉണ്ട്. മാട്രിമോണി ആപ്പ് നെയിം നോക്കിയാൽ തന്നെ പല ജാതികളെ നമുക്ക് കാണാൻ പറ്റും. എജാദില്ലേ. ലീഡ് ഞാൻ ഒന്ന് ബാക്ക് കേട്ടോ. ഐ വോണ്ട് ടു വൈബ് ഓൾസോ വിത്ത് ദിസ്. ചെക്കന് പ്രായം 25. ബ്രോക്കറിനോടാ പറയുന്നത്, ചെക്കന് പ്രായം 25 ആയിട്ടുണ്ട്. ഇതാണ് ദ ബെസ്റ്റ് ഏജ് ടു ഗെറ്റ് മാരീഡ്. കാരണം എന്താ പറയുക, 25-ാം വയസ്സിൽ ചെക്കന്മാർക്ക് ഉണ്ടല്ലോ, അവർ ചോദിക്കുന്നത് കിട്ടും. ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചാൽ ഹി വിൽ ഗെറ്റ് എ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഫ്രം ഹിസ് പെണ്ണിൻ്റെ ഫാമിലി. ആ ഒരു മൂഡിൽ, അതൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ഒരു കുടുംബത്തിൻ്റെ മെൻറ്റാലിറ്റി. അത് ഇപ്പോഴും സ്ത്രീധനം വാങ്ങിയിട്ട് പെണ്ണിൻ്റെ ചെലവിന് കഴിയുന്ന കുറേ ഊളകളുണ്ട്. ഐ വിൽ റിപ്പീറ്റ്, ഊളകൾ, നല്ല ഒന്നാം തരം ഊളകളുണ്ട്. സ്ത്രീധനം വാങ്ങിയിട്ട് പെണ്ണിൻ്റെ ചെലവിന് കഴിയുന്ന കുറേ ഊളകളുണ്ട്. ഏത് മനോഭാവം. ഇവിടെ മുൻസ്, അതായത് TDT പറയുന്നത് 25 പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, അവനെ മാർക്കറ്റ് ചെയ്യാണ് അവന്റെ ഫാമിലി. അവന് സകലക വല്ലഭനാണ്. ബാക്കിയുള്ള ലൈൻസ്, IT ആണ്, പുത്തൻ കാശാണ്, അവൻ അമേരിക്കയിലാണ്, 2 കാറ്, 3 ബംഗ്ലാവ്, എസ്റ്റേറ്റ് 4. ദാരിദ്ര്യം ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാ
സോ കോൾഡ് ഗുഡ് ഭയങ്കര നല്ല നിലയിലുള്ള ഫാമിലീസിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അവരുടെ പയ്യൻ ഈസ് ടു ഗുഡ് ഫോർ ദ പെണ്ണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഹീസ് എ സകലക വല്ലഭൻ, IT-യിലാണ്, നല്ല ശമ്പളം എന്നുണ്ട്, അമേരിക്കയിലാണ്, 2 കാശ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ് 4, ഓരോ ലൈൻസിലും ഇല്ലേ. ദേ ഡോണ്ട് ഈവൻ ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ഹീ ഈസ്, ലൈക്ക് അവന് എന്ത് സ്വഭാവക്കാരനാണ് എന്നുള്ള രീതിയിൽ. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഓൾ മാറ്റേഴ്സ് വിത്ത് ദ ബിഹേവിയർ. എന്ത് സകലക വല്ലഭനും പൈസ ഉണ്ടതും മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഊള സൈക്കോ ചെങ്ങയാണെന്നുണ്ടെങ്കിലേ ആരായാലും മൂഞ്ചിപ്പോവും. ലൈക്ക് ആ ഫാമിലിയുടെ മെന്റാലിറ്റിയാണ്. ഷെഡ്യൂൾ കാസ്റ്റ് പറ്റില്ല, ഷെഡ്യൂൾ ട്രൈബ് പറ്റില്ല, താഴ്ന്ന ജാതിക്കാരൻ നമുക്ക് വേണ്ട, താഴ്ന്ന ജാതിക്കാരൻ നമുക്ക് പറ്റൂല. അവരെന്തോ കൊമ്പത്താണ്, ആ ഒരു ബോധമുണ്ട്, അവരെന്തോ കൊമ്പത്താണ്, മനുഷ്യനാണെന്ന് അവർ മറന്നിട്ടുണ്ട്. ദേ ഓൾ തിങ്ക് ദാറ്റ് അവര് ലൈക്ക് സൂപ്പർ ഹ്യൂമൻ മൂഡിലുള്ള ആൾക്കാർ, ദൈവത്തിനോട് ഏറ്റവും അടുത്ത കുറെ മറ്റവര്. ഇന്റർകാസ്റ്റ് പറ്റില്ല, ആൻഡ് ദെൻ ബാക്ക്വേർഡ് കാസ്റ്റ് നോക്കേ വേണ്ട, നമ്മളെ ബാക്കിലേക്കുള്ള കാസ്റ്റ് നോക്കേ വേണ്ട. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉള്ളിൽ ജാതി പറഞ്ഞിട്ട്, ഞാൻ പറയട്ടെ, വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല, ഫ്രം മൈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വരുന്നുണ്ട് സുന്നി മുജാഹിദ് സുന്നിക്ക് പറ്റൂല, സുന്നി മുജാഹിദിക്ക് പറ്റൂല എന്നുള്ള രീതിയിലുള്ള സംസാരം. ബ്ലേഡി ഡിസ്ക്രിമിനേഷൻ ആണ് ഇതൊക്കെ. സോ കോൾഡ് മെന്റാലിറ്റിയാണ്. ജാതി ഒന്നും നമ്മൾ പറയാനില്ല, പക്ഷേ SC ST അത് വേണ്ട, ജാതി ഒന്നും നമ്മൾ പറയൂല. പക്ഷെ താഴ്ന്ന ജാതിക്കാര് നമുക്ക് ശരിയാവൂല മോനെ. പിന്നെ അപ്പർ കാസ്റ്റിന്റെ ഇതാണ് വരുന്നത്, വാര്യർ, നമ്പ്യാർ, നമ്പീശൻ, പിള്ള, മേനോ എന്നിട്ട് സാധനം വന്നത്. ഏതാ വിറ്റാറ് പോകുന്ന മോനെ? ഏടാ ഞാൻ ഒന്നുകൂടി ബാക്ക് അടിക്കട്ടെ. ഐ ഹാവ് ടു കളർ വേണം, ഹൈറ്റ് വേണം, PhD പഠനം വേണം. സോ അവർക്ക് വേണ്ട എന്തൊക്കെ? പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ ആട്ടോ അവർ പറയുന്നത്. കളർ വേണം, ഹൈറ്റ് വേണം, PhD പഠനം വേണം, നല്ല പഠനം വേണം, അലക്കാനും തേക്കാനും അമ്മക്കൊരു കൂട്ട് വേണം. സോ പഠനം എന്തിനാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്? അലക്കാനും തേക്കാനും അമ്മക്കൊരു കൂട്ട്. സോ കുറെ പെണ്ണുങ്ങളെ ഇപ്പൊ കെട്ടിച്ചു വിടുന്നതും. സോ അവര് ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ ഡ്രീംസ്. അതായത് പല മാതാപിതാക്കളും പലരും മനസ്സിലാക്കാത്ത എന്താ വെച്ചാൽ ദേ ആർ സോ ന്യൂ ടു യുവർ ഫാമിലി. അതായത് ദേ വോണ്ടഡ് ടു കൺസിഡർ ദാറ്റ് ദേ ആർ വൺ ഓഫ് യു. ആ ഒരു സാധനം അവർക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടണം. അമ്മക്കൊരു കൂട്ട്, ചെക്കനല്ല, ചെക്കൻ പളു, ചെക്കൻ മൊണ്ണ. അവർക്ക് എന്താണ് അടക്കം വേണം, ഒതുക്കം വേണം എന്നുള്ളത് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ അടക്കം ഒതുക്കം എന്ന് പറയുന്നത് മിണ്ടാണ്ട് ഒരു ഭാഗത്തിരിക്കണം. അവളുടെ കാര്യങ്ങൾ അവൾ സംസാരിക്കാൻ പാടില്ല ഒരിക്കലും. അവൾക്ക് വന്ന ബുദ്ധിമുട്ടുകൾ അവൾ ഒരു ദിവസം സംസാരിച്ചാൽ അതുവരെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും. സോ അടക്കം വേണം, ഒതുക്കം വേണം എന്ന് പറയുന്നത് മിണ്ടാണ്ട് ഒരു ഭാഗത്തിരിക്കണം. മനസ്സിലായോ? അടക്കം വേണം, ഒതുക്കം വേണം. അതായത് നിന്റെ പ്രശ്നങ്ങൾ നീ പറയരുത്, നിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ദാറ്റ്സ് വാട്ട് ദേ കോൾ അടക്കം ഒതുക്കമുള്ള പെണ്ണ്. സ്വന്തം കാര്യം ശ്രദ്ധിക്കാണ്ട് പോകുന്ന പെണ്ണുങ്ങൾ, അതായത് സ്വന്തം കാര്യം തുറന്നു പറയാത്ത പെണ്ണുങ്ങളാണ് അടക്കം ഒതുക്കമുള്ള പെണ്ണെന്ന് പറയുന്നത്. ആൻഡ് ദെൻ കൈപുണ്യം വേണം, അവർക്ക് കൈപുണ്യം വേണം, ജോലി വേണ്ട, വണ്ണം വേണ്ട. നമുക്ക് ഹൈറ്റ് വേണം, വണ്ണം വേണ്ട, ജോലി വേണ്ട, അലക്കാനും ഒതുക്കാനുള്ളത് വേണം, നല്ല കുക്കാവണം. ലൈക്ക് ഈ നമ്മൾ AI പ്രോംപ്റ്റൊക്കെ അടിച്ചിട്ട് സാധനം ഉണ്ടാക്കൂലേ, അതേപോലെ ഒരു സാധനം. ഒന്ന് ബാക്ക് അടിക്കട്ടെ. പവൻ തികച്ചും വേണം, ജോലി വേണ്ട, വണ്ണം വേണ്ട, 100 പവനും തികച്ചും വേണം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും സഹതാപമൊക്കെ തോന്നില്ലേ? ഇത് പല കുടുംബത്തിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. പല കുടുംബത്തിലും ഞാൻ പറയട്ടെ, ഒരു 10 ഐ വുഡ് സേ ഒരു 10 ഒരു 8
കുടുംബം എടുത്താൽ എല്ലായിടത്തും നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ത്രീധനം വാങ്ങുന്നത് ഇതാക്കുന്നത്. ഏറിപ്പോയ 3-2 കുടുംബങ്ങളിൽ മാത്രമേ ഇതൊന്നും ഇല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിന്, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇഷ്ടത്തിന് അവർ ജീവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന കുടുംബങ്ങളുള്ളത്. ദാറ്റ്സ് ഹൗ തിങ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ട്രാക്ക് കേൾക്കേണ്ട പോലെ പലരും കേട്ടിട്ടില്ല. ഇതിൽ പറയുന്നത് ഭയങ്കരമായിട്ട് അർത്ഥമുള്ളതാണ്. കുറേ കാലങ്ങൾക്ക് ഈ ജാതി മതം, ജാതി വിവേചനം, കളർ വിവേചനം എത്രത്തോളം കാലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു ആ കാലത്തൊക്കെ ഈ പാട്ട് ഇവിടെ കേൾക്കണം. ഇനി അത് കഴിഞ്ഞിട്ടും ഈ പാട്ടുകൾ ഇവിടെ കേൾക്കണം. ഇങ്ങനത്തെ പാട്ടുകൾ വരണം. കാരണം അത് അവർക്കൊരു അലാം, ഒരു വാർണിംഗ് പോലെ എടുക്കണം. നന്മയുള്ള ലോകമേ. സോ നൗ ഹി ഈസ് ടോക്കിംഗ് ടു അസ്. ഇതുവരെ ഉള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ്, സോ കോൾഡ് നമ്മളെ ചെക്കൻ്റെ വല്ല കുടുംബമോ അമ്മാവനോ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെയാണ് അവൻ്റെ മാർക്കറ്റിംഗ് PR ഏജൻസിയുടെ മെയിൻ ഹെഡ്. അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വേണം, നമ്മളെ ചെക്കന് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളെ ചെക്കന് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ള സാധനങ്ങൾ. സോ നൗ ദേ ആർ ടോക്കിംഗ് ടു അസ്. TDT ഈസ് ടോക്കിംഗ് ടു അസ്. നന്മയുള്ള ലോകമേ. ജാതിയൊക്കെ പണ്ടല്ലേ. സാക്ഷര കേരളം. Still you're calling yourself as സാക്ഷര കേരളം. You're keeping this old freaking psycho mindset still, and you still calling yourself as സാക്ഷര കേരളം. മുഖംമൂടി അയച്ചില്ലേ? മുഖംമൂടി അഞ്ഞു വീണില്ലപ്പോ. ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഗിറ്റാറ് ഒന്നുകൂടെ ബാക്ക് അടിക്കേണ്ട. അവിടെ ഒരു വിഷ്വല് പോയെ. ഐ വുഡ് ലവ് ടു ബ്രേക്ക് ഡൗൺ ദാറ്റ് വൺ. ആ ഡ്രോപ്പിന്റെ ഭാഗത്ത് ഒരു കണ്ണ്. സോ someone is praying next to it. It's like an all seeing eye. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവം അവനെ കാണുന്നു. And he is giving that vision. ആണ് പെണ്ണ്. അവര് ആദ്യ ആണും ആദ്യ പെണ്ണും അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു. ആ പെണ്ണ് ആ കുട്ടിയെ, അതായത് ആ അമ്മ ആ കുട്ടിയെ നോക്കുന്നു. അതുപോലെ പല കളറിലും പല കുട്ടികളും. ഇതൊക്കെ ഒരൊറ്റ എവിടത്തുനിന്നാ വന്നത് എന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. അവർ തോട്ട് കണ്ടോ? ലൈക്ക് ആ ഒരു അമ്മ പെറ്റിട്ടുണ്ടായ കുട്ടികളൊക്കെ തന്നെയാണ്. ലൈക്ക് ഫസ്റ്റ് വുമൻ, ഫസ്റ്റ് മെൻ, ഹവ്വ, ആദം എന്നൊക്കെ പറയുന്നില്ലേ? ആ ഒരു മൈൻഡ് സെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരിടത്തുനിന്ന് വന്നു തന്നെയാണ്. പല കളറിൽ അവര് പല കളറിലായിരുന്നുള്ളൂ. പല ക്ലൈമറ്റും പല റീജിയണും കാരണം അവര് പലരായിട്ട് വലുതായി. ആ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പലതായിട്ട് വലുതായി. ഇറ്റ്സ് ലൈക്ക് ഒരു ചോര ഡ്രോപ്പ് പോകുന്നു. സോ ഇറ്റ് ഓൾ കംസ് ടു ഒരൊറ്റ ചോരയാണ്. എല്ലാവരും ഒരൊറ്റ ചോരയാണ് എന്നുള്ള ഒരു ഐ ഓപ്പണിങ് സാധനമാണ് അവിടെ ഉള്ളത്. ഇറ്റ്സ് ലൈക്ക് ക്യാഷിന് മേലെ ഇതൊക്കെ തീരും. പണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ഒരാൾക്കുള്ള പവർ എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അവൻ്റെ പൊസിഷൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി, മനുഷ്യൻ്റെ സെൽഫിഷ്നെസ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അത് ഗ്രൗളിങ് മാൻ. ഗിറ്റാർ പോകുന്ന നോക്കി ബ്രോ.
തൊലി നിറവും വേർതിരിവും കുടുംബപ്പേരും ശ്രീധനവും. ഇവിടെ ഉള്ളതെല്ലാം ജാതി തന്നെയാണ്. ജാതിയിൽ ജനിച്ച് ജാതിയിൽ മരിക്കുന്നു. മനുഷ്യരെല്ലാം ജാതി തന്നെയാണ്. ട്രൂലി എ വർക്ക് ഓഫ് ആൻ ആർട്ട്. യു ഗൈസ് ഷുഡ് ചെക്ക് ഔട്ട് ദെയർ വർക്ക്സ്. മഹാറാണി കേൾക്കാത്തവർ പോയി കേൾക്കുക. വി വിൽ ഡു എ ലിറിക് ബ്രേക്ക് ഡൗൺ ഫോർ മഹാറാണി ആസ് വെൽ. ദിസ് ഈസ് ഹൗ ആർട്ട് ഷുഡ് ബി. ഇറ്റ് ഷുഡ് സ്പീക്ക് എവറി ഡേ, എവറി ടൈം വേർ ദർ ഈസ് കറപ്ഷൻ. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ലിറിക് ബ്രേക്ക് ഡൗൺ ആൻഡ് റിയാക്ഷൻ ടു എജ്ജാദി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് താഴെ പറയാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് താഴെ പറയാം. ആൻഡ് ഇതിലെന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ ഇതിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ച് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. സോ ജോയിൻ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ദ കൾച്ചർ ആൻഡ് പീസ്.